സഖാവിന് പാർട്ടിയിൽ ശത്രുക്കളുണ്ടോ? ഒരാൾ ഒരു യഥാർത്ഥ സഖാവാകുന്നത് എപ്പോഴാന്ന് ദാസൻ അറിയൂ. അയാൾ അയാളുടെ ജീവിതത്തെക്കാൾ ഉപരി മറ്റൊരുവന്റെ കഷ്ടപ്പാടിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ്, സഹായിക്കുമ്പോഴാണ്. അത്തരം സഖാക്കൾ ചേർന്നതാണ് ഈ പാർട്ടി. അതുകൊണ്ട് ഇത്തരം ചോദ്യങ്ങൾ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ആരിൽ നിന്നും. മാർക്ക് ചെയ്തിരിക്കുന്ന തേർഡ് ലൈൻ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സർ. അയ്യപ്പദാസ്. യെസ് സർ. ദ റീസൺ വൈ ഐ വാണ്ട് ടു സേ ഈസ്, നമുക്കൊരു കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് വന്നിട്ടുണ്ട് ഫ്രം ഇൻ്റലിജൻസ്. അതായത് മുകുന്ദൻ സാറിന് നേരെ ചിലപ്പം എപ്പോൾ വേണമെങ്കിലും ഒരു അറ്റാക്ക് ഉണ്ടായേക്കാം. ഇവിടെ സെൻട്രൽ പ്രസിഡന്റിൽ നിന്നും ശിക്ഷ കഴിഞ്ഞ് 4 പേർ ഇറങ്ങിയിട്ടുണ്ട്. അതർ ദാൻ ദസ്, സം അതർ ഗ്രൂപ്പ്സ് ആർ ഓൾസോ ടാർഗറ്റിംഗ് മിസ്റ്റർ മുകുന്ദൻ. നീ ഗൺമാൻ ഡ്യൂട്ടി ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടാണെന്ന് മുമ്പ് ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയോട് സംസാരിച്ചില്ല. അപ്പോ നീ ഈ ജോലി വലിയ താല്പര്യത്തോടെ അല്ല ചെയ്യുന്നതെന്നാണ് അർത്ഥം. എന്താ ശരിയാ? ഇതൊന്നും പിള്ളേർ കളിയല്ലോ. ഇലക്ഷൻ ഇനി കുറച്ച് മാസങ്ങളേ ഉള്ളൂ. അയാൾക്ക് നേരെ ഇനിയൊരു അറ്റാക്ക് ഉണ്ടായാൽ എന്തായിരിക്കും അവസ്ഥ? ഈൻ്റെ ഒരു ഗുരുതരാവസ്ഥ കുഞ്ഞു മോനെ എനിക്ക് മനസ്സിലാവില്ലാന്ന്. സാറ് പറഞ്ഞത് എന്താണെന്ന് തനിക്ക് മനസ്സിലായോ? ചിലപ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയ, ട്രെയിൻഡ് ആയ മറ്റൊരു ഗൺമാൻ തനിക്ക് പകരം വന്നേക്കാം. റൈറ്റ്? ഞങ്ങൾ ഇതിനെപ്പറ്റി മുകുന്ദൻ സാറിനോട് സംസാരിച്ചിരുന്നു. ബട്ട് ഹീ ഈസ് നോട്ട് റെഡി ടു ആക്സെപ്റ്റ് ഇറ്റ്. തനിക്ക് സമ്മതമാണെങ്കിൽ മാറാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. സോ ഡിസിഷൻ ഈസ് യുവേഴ്സ്. തിരിച്ച് നീ ക്യാമ്പിലേക്ക് പോകണമെന്നില്ല. സ്റ്റേഷൻ ഡ്യൂട്ടിയിലേക്ക് മാറാൻ പറ്റും. അതെല്ലാം പരിഗണിക്കാവുന്ന വിഷയമാണ്. എന്തെന്ന്? ഓക്കെ, താനൊന്ന് ആലോചിക്കുക. സി, യു ഷുഡ് നോട്ട് ഡിസ്ക്ലോസ് ദിസ് മീറ്റിംഗ് വിത്ത് എനിവൺ. കോൺഫിഡൻഷ്യലായി വെച്ചാൽ മതി. യു മേ ഗോ. സർ. എടോ, പൂർണ്ണമായും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്ന് നമുക്കുറപ്പുള്ള കാര്യങ്ങൾക്കേ ഇറങ്ങാവും. അല്ലെങ്കിൽ അത് പ്രശ്നമാണ് എല്ലാ തരത്തിലും. എനിക്ക് തിരിയുന്നുണ്ടാ? വയ്ക്കോ. SP പറഞ്ഞതാ ശരി. നീ എത്രയും പെട്ടെന്ന് പോയിക്കോ. ഈടെ എല്ലാവർക്കും പെരാന്താ.
അത് തന്നെ ഭയ അവർക്കും വേണ്ടത്. ഞാൻ പോകണം. പകരം അയാൾ സെറ്റ് ചെയ്ത ആള് വരും. പിന്നെല്ലാം എളുപ്പമല്ലേ. അതുകൊണ്ട് അവരെന്തെങ്കിലും ആയിക്കോട്ടെ, ഗോപിനാഥനെ പോലെ ഒരാള് രഘുസഖാവിനും കൊണ്ട് മുകുന്ദനെ തീർക്കാൻ നോക്കുമ്പോൾ നീ അവർക്കൊരു തടസ്സമാണോ? 10-35 കൊല്ലം ഒരുമിച്ച് കഴിഞ്ഞ ആൾക്കാരാ. ഈ രഘുവിനെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്ന് ആളാക്കിയത് മുകുന്ദനാ. ഒരു കാലത്ത് വലങ്കയ്യേനു. പറഞ്ഞിട്ടെന്താ കാര്യം? എന്തെന്നാന്ന്? വിഭാഗീയത. കഷ്ടം. എന്നാ പിന്നെ ഇറങ്ങട്ടെ. നിനക്ക് ഒറ്റക്ക് പോകാൻ പേടിണ്ട. ഏയ്, സൂക്ഷിക്കണം. മുകുന്ദന്റെ ശത്രുക്കൾ മുഴുവൻ നിന്റെ പിന്നാലെ ഉണ്ട്. ശരിക്കുള്ള ഐറ്റത്തിനൊക്കെ നീ കാണാൻ പോകുന്നേ ഉള്ളൂ. എന്തായടോ? സ്റ്റേഡിയത്തിനടുത്ത് തുടങ്ങിയിട്ട് ലൈബ്രറി വഴി കറക്കി ശരിക്കൊന്ന് ഓടിച്ചു സ്റ്റാൻഡ് വരെ. അപ്പോൾ നന്നായി പേടിച്ചിട്ടുണ്ട്. ഇന്നലെ ഉറങ്ങിയിട്ടുണ്ടാവില്ല. അപ്പോ ഞാൻ അവനെ കാണാനുള്ള സമയമായി. ഗൺമാൻ അയ്യപ്പദാസ്. കോളനിയിലെ ബാക്കി കിണറ്റിലും ഇതാണ് അവസ്ഥ. കണ്ണൂരിലെ ഏറ്റവും വലിയ പ്രശ്നമാണ് കിണറ്റിൽ മുടി കൊണ്ടേ ഇടുക. ഇനി കിണർ ദേവാണ്ട് ആ വെള്ളമൊന്നും കൊള്ളൂല. പാവങ്ങൾ. നമ്മളൊരു തെറ്റും ചെയ്തിട്ടില്ല സഖാവേ. നമ്മളെ പശുക്കളെല്ലാവരും കൊന്നു. നമ്മളെ കുട്ടികളെ വണ്ടിയിലായിട്ട് തകർത്തു. ഇതിപ്പോ കുറേ ആയി ഈറ്റുകൾ ഇങ്ങനെ. എന്ത് ചെയ്യാൻ പറ്റും സഖാവേ? ഇതെല്ലാം ഞങ്ങൾ ശരിയായിക്കോളാം, പ്രശ്നമില്ല. പക്ഷെ ഞങ്ങളെല്ലാവരും ഇങ്ങനെ കരയിപ്പിച്ചിട്ട് തിരിച്ചടിക്കാണ്ട് നിൽക്കരുത് സഖാവേ. തന്ന കണക്ക് നമ്മൾ തീർത്തിരിക്കും, പലിശ അടക്കം. സങ്കടപ്പെടണ്ട, ഇതെന്റെ വാക്കാണ്. ഹലോ. കണ്ണൂരിൽ KGP പ്രവർത്തകന് വെട്ടേറ്റു. പാനൂരിൽ പാറക്കണ്ടി രജീഷിനാണ് വെട്ടേറ്റത്. നില ഗുരുതരമായതിനെ തുടർന്ന് ഇയാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ പാനൂരിൽ RPIM പ്രവർത്തകരുടെ വീടുകൾക്ക് നേരെ വ്യാപകമായ ആക്രമണം നടന്നിരുന്നു. അക്രമങ്ങൾക്ക് പിന്നിൽ KGP ആണെന്നാണ് RPIM ആരോപിക്കുന്നത്. എന്നാൽ RPIM കണ്ണൂരിനെ വീണ്ടും കലാപഭൂമിയാക്കുകയാണെന്ന് KGP ആരോപിക്കുന്നു. RPIM നേതാവ് പന്നിങ്ങൽ മുകുന്ദന് നേരെ ആക്രമണം ഉണ്ടായതിനു ശേഷം പാനൂരിൽ ഇരു വിഭാഗങ്ങളും നിരന്തരം ഏറ്റുമുട്ടുകയാണ്. വിനു, പ്രദേശത്തെ സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് കളക്ടർ നാളെ സർവകക്ഷി യോഗം വിളിച്ചിട്ടുണ്ട്. ഇനി പ്രശ്നങ്ങൾ ഉണ്ടാകില്ലെന്ന ധാരണയിൽ ഇരു കൂട്ടർക്കും പിരിയാവുന്നതാണ്. കളക്ടറെ, ഇത് എത്രാമത്തെ തവണയാ കൈ കൊടുത്ത് പിരിയുന്നു? ഈ സർവകക്ഷി യോഗം എന്ന പ്രഹസനം തുടങ്ങിയിട്ട് കുറേ കാലമായി. നഷ്ടം സാധാരണ ജനങ്ങൾക്കാണ്. അതുകൊണ്ട് പാലിക്കാൻ പറ്റാത്ത ഉറപ്പുകൾ ഇനി പരസ്പരം കൊടുക്കണ്ട.
ഞങ്ങൾ മാത്രം ഉറപ്പ് കൊടുത്തതിനെ കൊണ്ട് കാര്യമായില്ലല്ലോ. പക്ഷെ ഞങ്ങളൊരു ഉറപ്പ് കൊടുത്താൽ അത് ഉറപ്പ് തന്നെയാണ്. ഇപ്പൊ ഈ പ്രശ്നങ്ങളെല്ലാം തുടങ്ങി വെച്ചത് ആരാന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇനി ഇത് തുടരാനാണെങ്കിൽ മറുപടി ഇങ്ങനെ ആയിരിക്കില്ല. പേടിപ്പിക്കണ്ട, അത് തന്നെയാണ് അങ്ങോട്ടും പറയാനുള്ളത്. ഗോപിനാഥ സഖാവ് പറന്നു വരുന്നുണ്ട്. ദാസ് കുറച്ച് ഫ്രീ ആയിക്കോ, എനിക്ക് കുറച്ച് പാർട്ടി തല ചർച്ചകളുണ്ട്. ദാസേ വാ, ഒരു കാര്യം പറയട്ടു. ഒച്ച വെക്കരുത്. ഈടുന്ന് ഓടാൻ ശ്രമിച്ചാൽ ഈടിയിട്ടിട്ട് നിന്നെ തീർക്കും. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പറയുന്ന പോലെല്ലാം അങ്ങ് കേട്ടാൽ മതി. ഒരാൾക്ക് ഇനിയൊന്ന് കാണാനുണ്ട്. 1 മണിക്കൂറെടുത്ത കാര്യമുള്ളൂ. ജീപ്പ് കയറി. വാ. നമോ വാഗം അയ്യപ്പദാസ്. നീ തന്ന നമ്പറിൽ ഞാനൊന്ന് അന്വേഷിച്ചതാ. ദാമോദരൻ നമ്പ്യാർ, 1-ാം തരം വർഗീയ ഫാസിസ്റ്റ്. ആദ്യകാല കമ്മ്യൂണിസ്റ്റുകാരനാ, പക്ഷെ പാർട്ടി പുറത്താക്കി. അഴിമതി. 10-30 കൊല്ലമായിട്ട് ഹിന്ദു പരിവാർ സംഘടനയല്ല, കോടീശ്വരനാ. പൊളിറ്റിക്സിൽ മതം കൊണ്ട് തീക്കളി കളിക്കുന്നവനാ. ഈ മുഖം നീ ഒന്ന് ഓർത്തു വെച്ചോ. ദാസൻ എന്നെ അറിയാല്ലേ? എനക്കും എൻ്റെ ആൾക്കാർക്കും ദാസന്റെ അല്ല അയ്യപ്പന്റെ ഒരു സഹായം വേണം. വിഷ്ണു, പൊടിയല്ലേ? 10-30 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ പ്രസ്സാ. ഞങ്ങളുടെ ആത്മമിത്രം
രാമകൃഷ്ണൻ്റെ ഓർമ്മയ്ക്ക്. അന്ന് അവനെ കൊന്ന ഒന്നാം പ്രതിയുടെ പേരാണ് പി മുകുന്ദൻ. പിന്നെ അവൻ വളർന്ന് പന്ന്യന്നൂർ മുകുന്ദനായി. അന്ന് തുടങ്ങിയതാ ഈ ചോരക്കളി. ഞങ്ങളിപ്പുറവും ഓനപ്പുറവും. അങ്ങനെ നഷ്ടപ്പെട്ടതാ സുരേഷിൻ്റെ ഈ ഇടംകൈ. അപ്പോൾ പറഞ്ഞു വന്നത്, ഞങ്ങൾ ഈ കളി നിർത്തുന്ന ദാസ. വയ്യ, പ്രായമായില്ലേ. അതിനുള്ള ഏറ്റവും നല്ല മാർഗം നേതാവിന് തന്നെ അങ്ങോട്ട് തീർക്കുക എന്നുള്ളതാണ്. നേതാവെന്ന് പറയുമ്പോൾ പന്ന്യന്നൂർ മുകുന്ദൻ. താനിങ്ങനെ ബേജാറാവണ്ട. ഒന്നും വെറുതെ വേണ്ട. ചിന്തിക്കുന്നതിലപ്പുറം പ്രതിഫലം തരും. എനിക്ക് സ്വപ്നം കാണാൻ കഴിയാത്ത ജോലിയും. എടോ, ഒരു ഗവൺമെന്റ് ഇത് ആദ്യമായിട്ട് ചെയ്യാന്ന് വിചാരിക്കണ്ട. അങ്ങനെ എടുത്ത പാർട്ടിക്കാർ ഗവൺമെന്റ്മാരെ വിലക്കെടുത്തിട്ടുണ്ട്, അനുസരിക്കാത്തവരെ തീർത്തിട്ടുമുണ്ട്. അല്ലേ മാഷേ? ഓനെങ്ങനെയാ ഇപ്പൊ എടുത്ത ചരിത്രം അറിയാ? ഇന്റെ സഖാവ് വലിയ പുണ്യാളൊന്നും അല്ലടോ. പാപക്കര ഓന്റെ കയ്യിലുണ്ട്. മനസ്താപം വിചാരിക്കണ്ട. ഓൻ തീർന്ന കണ്ണൂരെ ഈ പാർട്ടി തീർന്ന്, ഈടുത്തെ കൊലപാതക രാഷ്ട്രീയവും തീർന്നു. ഞങ്ങളല്ലെങ്കിലും വേറെ ആരെങ്കിലും ഓനെ തീർക്കും. പക്ഷെ ഇനി വേറെ ആർക്കും വേണ്ടി കാത്തു നിൽക്കാനാവൂല. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതുകൊണ്ടാ ഒരു ഈച്ച അറിയാണ്ട് എന്നെ സേഫാക്കണ കാര്യം ഞങ്ങൾ ഏറ്റു. വെറും വാക്കല്ല. സുരേഷേ, ഈ മാസം 22-ന് പെരിങ്ങത്തൂരിൽ പാർട്ടി വിശദീകരണ യോഗമുണ്ട്. ഓനാ ഉദ്ഘാടനം. മീറ്റിംഗ് കഴിഞ്ഞാൽ ഓൻ്റെ വണ്ടി കേടാവും. 6:10 ഗുരുദേവൻ ബസ്സിൽ നീ ഓനെ കയറ്റിവിടണം. പാട്യം വയലിൽ ഞങ്ങളുടെ ആളുണ്ടാവും. ബസ്സിൽ വെച്ച് തീർക്കും. ഞങ്ങളുടെ രഘുത്തമനെ തീർത്തതുപോലെ. നീ അനങ്ങരുത്. മനസ്സിലായ? ഇന്റെ മുമ്പിൽ ഇനി വേറെ ഓപ്ഷൻ ഇല്ല ദാസേ. നമ്മൾ തമ്മിൽ കണ്ടുപോയില്ലേ, ഇത്രയും സംസാരിച്ചു പോയില്ലേ. വയ്ക്കോ. നിനക്ക് ഒരു കാര്യം കൂടി. ഫോൺ നമ്പർ തപ്പാൻ ആ കൂട്ടുകാരും പോലീസിനോട് കഥ പറയുന്ന അഭ്യാസം ഉണ്ടല്ലോ, ഇനി ഇറക്കരുത്. ഇരുപത്തിരണ്ട് ഒരു സാധ്യതയാണ്. ഓൻ എന്ത് ചെയ്യുമെന്ന് നമുക്ക് നോക്കാലോ. ചിന്തിക്കാൻ ഓന് സമയം കൊടുക്കരുത്. ചിന്തിച്ചാൽ ഓന് പേടിയാവും, പൊട്ടത്തരം കാട്ടും. പാവം ചെക്കനാ.